എതിരാളികൾ ശക്തരാണ്. അവരുടെ ശക്തിക്കനുസരിച്ച് കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ പറയാം. കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയാണ്. പര്യടനം 10 ദിവസം എടുത്ത് നീണ്ട പര്യടനമായിരുന്നു. അപ്പൊ അത് കോർപ്പറേഷനിലെ 26 വാർഡുകളാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ളത്. അവിടെ എല്ലാം മികച്ച പ്രതികരണമായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വന്ന് നമ്മുടെ പര്യടനത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കടന്നു വന്നു. അപ്പൊ അത് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. എന്റെ കഴിഞ്ഞ 2 ഇലക്ഷന്റെയും എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം വോട്ടായി മാറും. കാരണം അവരുടെ ഒരു ശരീരഭാഷയും കൈവീശുന്നതിലെ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോടുള്ള ഒരു അനുഭവം നമുക്കതിൽ വായിച്ചെടുക്കാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവചനമൊക്കെ നടത്തുന്നത്. പൊതുവെ ഈ BJP പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ വട്ടിയൂർക്കാവ് ആ ഏരിയയിലൊക്കെ ഉള്ള കുറെ ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് പൊളിച്ചിടാനേ അറിയുള്ളൂ, കെട്ടാൻ അറിയില്ല VK പ്രശാന്തിന് എന്നുള്ള ഒരു വിമർശനം. അതെ അതെ, പൊളിച്ചത് കെട്ടാനായിട്ടാണല്ലോ. 8 മീറ്റർ വീതിയുള്ള റോഡിനെ 18.5 മീറ്റർ ആക്കി മാറ്റുകയാണ്. അപ്പൊ അതിന് സ്ഥലം ഏറ്റെടുക്കണം. അല്ലാതെ നമുക്ക് ആകാശത്ത് റോഡ് പണിയാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ആ വസ്തു ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അവിടെയുള്ള കെട്ടിടങ്ങളും മതിലുകളും മരങ്ങളും ഒക്കെ മുറിച്ചു മാറ്റണം. അതാണ് ചെയ്യുന്നത്. അപ്പോ അതിന് സമയം വേണ്ടി വരും. ഇപ്പോ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമ്മൾ 4 വർഷം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് 20-30 വർഷങ്ങളൊക്കെ പണ്ട് ഡിലേ വരുമായിരുന്നു. അവിടെയാണ് 4 വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് മുഴുവൻ ആളുകൾക്കും പണവും കൊടുത്തു. ഒരാൾക്ക് പോലും പൈസ കൊടുക്കാതെ. അപ്പൊ അത് നാടാടെയാണ്, അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് സംഗതി നമ്മൾ ടെൻഡറിലേക്ക് പോയത്. ടെൻഡർ ഇപ്പൊ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എടുത്തു. ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക് 2 കൊല്ലം കഴിയുമ്പോൾ 4 പേര് പാതയിലൂടെ വരാം. 2 കൊല്ലം കൺസ്ട്രക്ഷൻ പീരീഡ് എന്തായാലും. എതിരാളികൾ ശക്തരാണ്. അവരുടെ ശക്തിക്കനുസരിച്ച് കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ പറയാം. NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു. ലവ് ജിഹാദ് സർക്കാർ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്നു. അപ്പൊ അതിനോട് എന്താണ് ഒരു പ്രതികരണം? അല്ല, അതില് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ആളാണ് BJP സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കേരളം അങ്ങനെയല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകള് ഇവരെ പോലുള്ളവരൊക്കെ കാണുമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രസ്താവനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിണങ്ങി പോകൽ വിവാദം കേട്ടായിരുന്നു. പരിപാടിയിലിടയില് മാമിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിപ്പോയി ശ്രീലേഖ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുമോ ശരിക്കും? അതൊന്നും ഒരു ശരിയായ രീതിയല്ലല്ലോ. ഒരു ശരിയായ രാഷ്ട്രീയ പക്വതയില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു അപമതിപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP അണികൾക്ക് ശരീരഭാഷയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ താല്പര്യമാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്. ഞങ്ങളതിലൊന്നും ഇടപെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിന്റെ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ സെൻട്രൽ പോളിടെക്നിക്കിൽ ഒന്നും നടന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ 2019 സെൻട്രൽ പോളിടെക്നിക്കിന്റെ അഫിലിയേഷൻ പോയി. പിന്നെ 27 കോടി മുടക്കിയത് എന്താണ്, ലൈബ്രറി കോംപ്ലക്സ് ഉണ്ടാക്കാൻ, ലാബ് ഉണ്ടാക്കാൻ, ക്ലാസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്ത് സ്മാർട്ട് ക്ലാസ് മുറികളാക്കി മാറ്റി, 100-ലധികം സോളാർ ലാബുകൾ ഫിറ്റ് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ACT പരിശോധിച്ച് അവിടെ അഫിലിയേഷൻ നൽകി, ഈവനിങ് കോഴ്സുകൾ നൽകാനുള്ള അനുവാദം നൽകി, ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കാനുള്ള അനുവാദം നൽകി. അപ്പൊ ഇതൊക്കെ നടത്തിയ ഡെവലപ്മെന്റിന്റെ റിസൾട്ടാണ്. അപ്പൊ 100% വിജയപ്രതീക്ഷയാണ്. എത്രമാത്രം കടുത്ത എതിരാളികൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് 100% വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ് കഴിഞ്ഞ 5 വർഷം നിന്നത്. അപ്പോ കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചു പോയിട്ട് പിന്നെ ഈ ഇലക്ഷന് വരുന്നവരല്ല ഞങ്ങൾ. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ചെറിയൊരു കുത്താണല്ലോ. അതെ, എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. മണ്ഡലം ഇട്ടിട്ട് പോയിട്ടില്ല. ജനങ്ങളെ കാണുന്നുണ്ട്. മിക്കവാറും ഈ കടകളിലൊക്കെ ഇരിക്കുന്നവർക്ക് എന്നെ സുപരിചിതമാണ്. കാരണം ഞാൻ ഒരു ദിവസം 2 മണിയെങ്കിലും അവരെ നോക്കി കൈവീശാറുണ്ട്. അപ്പോ അങ്ങനെ സജീവമായി മണ്ഡലത്തിൽ നിന്നവരാണ്. ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്കറിയാം. പരാതികൾ ഞങ്ങളോട് പറയുന്നത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 100% പരിഹരിച്ചതെന്ന് ഞാൻ പറയുന്നത്. എങ്കിലും ഇപ്പൊ 200 പേർക്ക് പട്ടയം കൊടുത്തു. ചെറിയ കാര്യമല്ല. നഗരമണ്ഡലത്തിൽ 200 പേർക്ക് പട്ടയം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡാണ്. അപ്പൊ ഇതൊക്കെ അംഗീകരിക്കാൻ മടിയുള്ള ആളുകളാണ് വിമർശനം ഉന്നയിക്കുന്നത്.